وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أعوذ بالله من الشيطان الرجيم ما عندكم ينفد وما عند الله باق ولنجزين الذين صبروا أجرهم بأحسن ما كانوا يعملون من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിൻ്റെ മുഖറബുകളായ ദാസന്മാരായി ദാസികളായി മാറണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ ഇന്ന് പൊതുവെ വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരുമെല്ലാം ജീവിതം സംഘർഷഭരിതമാണവർക്ക്. മനസ്സുകളൊക്കെ പലതരത്തിലുള്ള സംഘർഷങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. മനുഷ്യൻ്റെ വിദ്യാഭ്യാസമോ മതമോ സംസ്കാരമോ ഒന്നും ഇതിനൊരു മാറ്റവും വരുത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സമീപകാലത്ത് നമ്മുടെ നാടുകളിൽ നടന്ന സംഭവങ്ങളൊക്കെ ഇതിലേക്ക് വെളിച്ചം വീശുകയാണ്. വിദ്യാഭ്യാസം ഏറെയുള്ള കുട്ടികൾ പോലും ചില സന്ദർഭങ്ങളിൽ അവരുടെ മനസ്സുകൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം, നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം സംഘർഷഭരിതമാവുകയാണ്. ചില പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അല്ലെങ്കിൽ പൂവണിയാത്ത ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മാരകമായ വിപത്തുകൾ, ഇതൊക്കെ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഈ മനുഷ്യനെ സംഘർഷമുള്ളവനാക്കി തീർത്തുക്കുന്നു. എല്ലാവരും ഇതിൽ തുല്യരാണ് എന്ന് വേണം കരുതാൻ. എല്ലാവരും ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ആത്മസംഘർഷം അനുഭവിക്കാത്ത, അവിടേക്കൊന്ന് നോക്കിയാൽ, നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ അവിടെ സമാധാന ചിത്തമാണ് എൻ്റെ മനസ്സ് എന്ന് പറയാൻ ധൈര്യമുള്ള ആളുകളില്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു. മുമ്പ് കാലങ്ങളിൽ നമ്മുടെയൊക്കെ പൂർവ്വ പിതാക്കളുടെ ചരിത്രം പലപ്പോഴും നമ്മളെ കൈവേർക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ കുടുംബ മീറ്റുകൾ ധാരാളമായുള്ള സന്ദർഭമാണ്. അവിടെയൊക്കെ അവരുടെ പഴയ ചരിത്രം അയവേൽക്കാറുണ്ട്. അവർക്ക് പട്ടിണിയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു, വിഭവങ്ങളുണ്ടായിരുന്നില്ല, വിദ്യാഭ്യാസമുണ്ടായിരുന്നില്ല, സ്വാധീനമുണ്ടായിരുന്നില്ല. എന്നിട്ടും അവരൊക്കെ വളരെ സ്വസ്ഥമായി ജീവിച്ചിരുന്നു. ഭയങ്കര സമാധാനത്തിലായിരുന്നു അവരുടെയൊക്കെ ജീവിതം. എന്നാൽ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ ഉണ്ട്. എന്തിൻ്റെ കുറവാണുള്ളത്? ഒരു കുറവില്ലല്ലോ. പക്ഷെ എന്നിട്ടും സംഘർഷപൂരിതമാണ്. സഹോദരങ്ങളെ, ഇവിടെയാണ് വിശ്വാസികൾ എന്ന നിലക്ക് നാം ചില കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിനകത്ത് സംഘർഷം രൂപപ്പെടുന്നത് നമ്മൾ അറിയുന്നുണ്ടാകും. പക്ഷെ അതിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് എന്ന വിവരം നമുക്കില്ലാതെ പോകുന്നു എന്നതാണ് വാസ്തവം.
നമ്മൾ അറിയുന്നുണ്ട്. പരീക്ഷണങ്ങൾ സഹോദരങ്ങളെ സംഘർഷമാക്കാനുള്ളതല്ല, മനസ്സ് വിങ്ങിപ്പൊട്ടിപ്പിക്കാനുള്ളതല്ല പരീക്ഷണങ്ങൾ അള്ളാഹു നൽകിയിട്ടുള്ളത് നമ്മളെ ഉയർത്താനാണ്, ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരഖിലം പരീക്ഷിക്കപ്പെട്ടത്. എല്ലാ നല്ല മനുഷ്യരും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പരീക്ഷിക്കപ്പെടാത്ത, പരീക്ഷകൾ എഴുതാത്ത, അള്ളാഹുവിന്റെ പരീക്ഷകൾക്ക് വിധേയമാകാത്ത ഒരു മനുഷ്യനുമില്ല. ഭൗതികമായി തന്നെ നമുക്കറിയാം, പരീക്ഷകൾ എഴുതാതെ ഒരു വിജയവും ഉണ്ടാവില്ല. ഉയർച്ചയിലേക്ക് എത്തണമെങ്കിൽ പരീക്ഷകൾ വേണം. അപ്പോൾ പരീക്ഷകൾ നമ്മെ സംഘർഷപൂരിതമാക്കരുത്. നിങ്ങൾ ആലോചിക്കൂ, എത്ര പെട്ടെന്നാണ് വലിയ വിദ്യാഭ്യാസമുള്ള കുട്ടികൾ പോലും, പ്രൊഫഷണലുകളാണവർ, അവരുപോലും നിങ്ങൾ ആലോചിക്കൂ എത്ര പെട്ടെന്നാണ് ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എത്ര പെട്ടെന്ന്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതല്ലേ? അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്, വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ വധിച്ചു കളയരുത്. അതിന് അവകാശം നിങ്ങൾക്കില്ല. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ കൊല്ലണം എന്ന് എപ്പോഴാണ് തോന്നുന്നത്? അത് നിങ്ങൾക്കാരുമില്ല എന്ന തോന്നൽ വരുമ്പോഴാണല്ലേ. എനിക്കൊരത്താണിയില്ല, എന്റെ വിഷയം പരിഹരിക്കപ്പെടുകയില്ല എന്ന് തോന്നുമ്പോഴാണ്. അള്ളാഹു തുടർന്ന് പറയുന്ന മറുപടി, വലാ തഖ്തുലു അൻഫുസക്കും ഇന്നല്ലാഹ കാന ബിക്കും റഹീമ. നമുക്ക് മനസ്സിലാകാതെ പോയൊരു വാചകമാണത്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമ. റഹീമായ ഒരു റബ്ബുണ്ട് നിങ്ങൾക്ക്. അള്ളാഹു നിങ്ങളോട് റഹീമാണ്, അതീവ ദയയുള്ളവനാണ്, കരുണയുള്ളവനാണ്. എന്തിനാണ് നിങ്ങൾ ജീവിതം അവസാനിപ്പിച്ചത്? എന്താണ് നിങ്ങൾക്ക് അവസാനിപ്പിക്കാനുള്ള പ്രേരകം? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ, ഒരു തരം നോക്കൂ, ഈ ആളുകളൊന്നും ഇപ്പോൾ ഇത്തരം ആളുകളുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അത്ഭുതമാണ്. ഒരു ചെറിയ സന്ദർഭത്തിൽ വന്ന ഒരു മാറ്റം. അവരൊന്നും വിഷാദ രോഗികളല്ല. രോഗികളാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അങ്ങനെയാണെന്നല്ല. വിദ്യാഭ്യാസമില്ലാത്തവരുമല്ല, ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ്. ചെറിയ ഒരു നോക്കൂ, സമ്പത്തുള്ളവരാണ് പലരും. പട്ടിണി കിടന്നിട്ടൊന്നുമല്ല. അതൊന്നുമല്ല പ്രശ്നം. പിന്നെ എന്താ പ്രശ്നം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫമൻ യുരിദ് അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ദയ്യിഖൻ ഹറജൻ കഅന്നമാ യസ്അദു ഫിസ്സമാ. ളലാലത്തിലേക്ക് ഒരാൾ പോയാൽ, ശരിക്കും മനസ്സിലാക്കിക്കോളി, ളലാലത്തേക്ക്, വഴികേടിലേക്ക് ഒരാൾ പോയാൽ, ശരിയായ മാർഗം അല്ലാഹു കാണിച്ചു തരുന്നുണ്ട്, അത് ഒഴിവാക്കി ളലാലത്തിലേക്ക് ഒരാൾ പോയാൽ യജ്അൽ സദ്റഹു ദയ്യിഖൻ, അവന്റെ മനസ്സ് ഇടുങ്ങും, കുടുസവും. ഇനി നിങ്ങൾ ഇത് വെച്ച് പരിശോധിച്ച് നോക്കുക എല്ലാ ചരിത്രവും. നമുക്ക് നമ്മുടേത് ആദ്യം പരിശോധിക്കാം. എപ്പോഴാണ് നമുക്ക് ഈ നമ്മുടെ മനസ്സ് ഇടുങ്ങിയതായി, സംഘർഷം അനുഭവിക്കുന്നതായി തോന്നുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ളലാലത്തിലേക്ക് പോയിട്ട്. എന്നിട്ട് അല്ലാഹു ഉദാഹരണം പറഞ്ഞത് കഅന്നമാ യസ്അദു ഫിസ്സമാ, ആകാശത്തേക്ക് ഉയർന്ന് കയറുന്നത് പോലെ ഉണ്ടാവുന്ന. ആകാശത്തേക്ക് കയറിയാൽ എന്താ? മനുഷ്യന് ശ്വസിക്കാനുള്ള വായുവിന്റെ ഒരു പ്രതലമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ശ്വാസം മുട്ടും, അല്ലേ? പ്രശ്നങ്ങളെ കൊണ്ട് ശ്വാസം മുട്ടുന്നു നമുക്ക്. പ്രശ്നം എന്താ? പ്രശ്നം, അടിസ്ഥാന പ്രശ്നം നമ്മൾ ളലാലത്തിലാണ് എന്ന് ഞാൻ ഉറപ്പായി പറയുന്നു. നോക്കൂ, ഞാൻ വീണ്ടും ആവർത്തിച്ചൊരു കാര്യം പറയാണ്, പരീക്ഷണങ്ങൾ നമ്മളെ സംഘർഷമാക്കാൻ പാടില്ല. പരീക്ഷണങ്ങൾ നമ്മുടെ മനസ്സിനെ എടുക്കാൻ പാടില്ല, വിശാലമാക്കാൻ വേണ്ടത്. കാരണം പരീക്ഷണങ്ങൾ നമ്മളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനുള്ളതാ. അയ്യുക്കും അഹ്സനു അമല, അതാണ് അല്ലാഹു പരിശോധിക്കുന്നത്. ആരാണ് ഏറ്റവും നല്ല മാർക്ക് കിട്ടേണ്ടത്? ആർക്കാണ്? നന്നായി ചെയ്തത് ആരാണ്? അതാണ് അല്ലാഹു പരിശോധിക്കുന്നത്. നല്ല മാർക്ക് തരാനാ. അതിനെന്തിനാ നമ്മൾ ഇടുങ്ങണത്? ഇടുങ്ങാൻ പാടില്ല. അവിടെ നമ്മുടെ മനസ്സ് ഇടുങ്ങുന്നുവെങ്കിൽ, നമുക്ക് അത്തരത്തിലുള്ള ഒരു സംഘർഷം നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ, നമ്മൾ അറിയണം അത് ഉഖൂബത്തുൻ ആജിലയാണ്, നാറുൻ ദുന്യവിയ്യയാണ്. അത് ഇവിടുന്ന് കിട്ടുന്ന ഒരു ശിക്ഷയാണ്. ഇവിടുന്ന് കിട്ടുന്ന ഒരു ശിക്ഷയാണ്. ദുനിയാവിലെ ഒരു നരകമാണത്, അല്ലേ? നമ്മൾ തന്നെ പറയാറുണ്ട്, എന്റെ ജീവിതം നരക തുല്യമാണെന്നൊക്കെ നമ്മൾ തന്നെ പറയാം. അതാണത്. നമ്മൾ എപ്പോഴും ഓർക്കണം. അതിന്റെ കാര്യം എന്താണ്? നാം ളലാലത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതിന്റെ കാരണം.
വല്ലാത്ത ഒരു പ്രയാസമായിരിക്കും അനുഭവപ്പെടുക. അതുകൊണ്ടാണ് ഇമാം സാബിത്ത് ബിൻ ഖുറ റഹിമഹുല്ല പറഞ്ഞു, റാഹത്തുൽ ജിസ്മി ഫീ ഖില്ലത്തി തആം വറാഹത്തുർ റൂഹി ഫീ ഖില്ലത്തിൽ ആസാം വറാഹത്തുൽ ലിസാൻ ഫീ ഖില്ലത്തിൽ കലാം. മനുഷ്യന്റെ ശരീരത്തിന് റാഹത്ത് കിട്ടണമെങ്കിൽ ഖില്ലത്തു തആം, ഭക്ഷണം കുറച്ച് കഴിക്കണം. വിശദീകരിക്കണ്ടല്ലോ, ഇപ്പോൾ പ്രത്യേകിച്ച് അത് വലിയ ചർച്ചയാണ്. അതുകൊണ്ട് എനിക്കത് ബാക്കി മനസ്സിലാകാനാണ് ഞാനത് പറഞ്ഞത്. വറാഹത്തുർ റൂഹ്, ആത്മാവിന്റെ റാഹത്തോ, നമുക്കറിയാം ശരീരത്തിന്റെ റാഹത്ത് എന്ത് കുറയുമ്പോൾ കിട്ടും? ഭക്ഷണം കുറച്ച് കഴിച്ചാൽ കിട്ടും. വറാഹത്തുർ റൂഹ്, ആത്മാവിന്റെ റാഹത്ത് ഫി ഖില്ലത്തിൽ ആസാം, നമ്മുടെ പാപങ്ങൾ കുറയുന്നിടത്താണ്. എത്ര നമുക്കറിയാം, അറിഞ്ഞുകൊണ്ടാണ് പല പാപങ്ങളും നമ്മൾ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഇങ്ങനെ ചിന്തകളിലേക്ക് പോകുന്ന, മനസ്സംഘർഷത്തിലേക്ക് പോകുന്ന എല്ലാവരും ആലോചിക്കണം. ഇസ്മുകളെ കുറയ്ക്കുക. ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മിനെ വ്യാഖ്യാനിച്ചത് അൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക്, നിന്റെ നെഞ്ചിനകത്ത് ചൊറിച്ചിലുണ്ടാക്കുന്നതൊക്കെ എന്താണ്? ഇസ്മാണ്. അത് കുറയ്ക്ക്. ചൊറിച്ചിലുണ്ടായിട്ട് പിന്നെ ചെയ്യാൻ പാടില്ല, കുറക്കണം. അപ്പോ ആത്മാവിന് സമാധാനം കിട്ടും. അല്ലെങ്കിലോ സംഘർഷം ഉണ്ടാവും, സ്വാഭാവികമാണ്. അള്ള പറഞ്ഞതുപോലെയുള്ള സംഘർഷം ഉണ്ടാവും. വറാഹത്തുൽ ലിസാൻ, നാവിന് റാഹത്ത് എപ്പോഴാണ് കിട്ടുക? ഫീ ഖില്ലത്തിൽ കലാം, കുറച്ച് സംസാരിക്കുമ്പോഴാണ്. ഒക്കെ ഖില്ലത്തിലാണ്. കുറച്ച് സംസാരിച്ചാൽ നാവിന് ഭയങ്കര റാഹത്ത്, കുറച്ച് ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് റാഹത്ത്. പാപങ്ങൾ കുറച്ചാൽ നമ്മുടെ ആത്മാവിന് സമാധാനം കിട്ടും. ഇതാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. സഹോദരങ്ങളെ, അള്ളാഹുവായുള്ള ബന്ധം നമ്മളെത്ര കുറയുന്നുവോ അതിനനുസരിച്ച് മാനസിക സംഘർഷം കൂടും. അള്ളാഹുമായുള്ള ബന്ധം എത്ര ശക്തമാകുന്നുവോ അതിനനുസരിച്ച് എന്ത് മല പൊളിഞ്ഞ് നമ്മളെ മേലെ വീണാലും ശരി ഒരു ചുക്കും സംഭവിക്കില്ല. ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ, ഭയങ്കര സമാധാനമായിരിക്കും. അതാണ് നമ്മുടെ ഖൽബ് അല്ലാഹുവല്ലാത്ത വല്ലതിലും നമ്മൾ കെട്ടിയിട്ടാൽ നമുക്ക് മനസ്സംഘർഷം കൂടും. അല്ലാഹുവിൽ കെട്ടിയിട്ടാലോ മനസ്സമാധാനം കൂടും. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിൽ കെട്ടിയിട്ട നമ്മളെപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ ഓർക്കുന്നത് ആരെയാണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹനെ ഓർത്താൽ സമാധാനം കിട്ടും. ഭൗതികമായ പരിഹാരങ്ങളെ ഓർത്താൽ സംഘർഷം കൂടും. സ്വാഭാവികമാണ്. നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഭൗതികമായ പരിഹാരങ്ങളെ ഓർക്കുക മാത്രമല്ല, അത് നിഷിദ്ധമാണെങ്കിൽ പോലും, ആ പരിഹാരങ്ങൾ നിഷിദ്ധമാണെങ്കിൽ പോലും ചെയ്യാനൊരു വൈമനസ്യവുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളത് പതിച്ചു. പിന്നെ നമ്മൾ ഈ മനസ്സംഘർഷത്തെക്കുറിച്ച് ആവലാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സമാധാനം തരേണ്ടതാരാ? അവിടുന്നല്ലേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? സൂപ്പർ മാർക്കറ്റിൽ പോയാൽ വാങ്ങാൻ കിട്ടുമോ? അള്ള തരേണ്ടതാ. അള്ള തരണമെങ്കിൽ ചില കണ്ടീഷൻസൊക്കെ അള്ളാഹു വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ പോകണം. അത് നമ്മൾ ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. യഥാർത്ഥ മുഅ്മിനിന്റെ ജീവിതം അവന് ഒരുപാട് പരീക്ഷണങ്ങളുണ്ടാവും. പക്ഷെ ദുനിയാവ് അവന് സ്വർഗ്ഗമായിരിക്കും ഇവിടെ കിട്ടും. ദുനിയാവ് തന്നെ സ്വർഗം കിട്ടും. പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടാവും. ചിലപ്പോൾ പുറത്ത് നിൽക്കണ നമുക്ക് തോന്നും, വല്ലാത്ത പ്രയാസമല്ലേ അവന്റെ ജീവിതം. ആ മനുഷ്യൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. അതാണ് ഈമാനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈമാൻ അങ്ങനെയാണ്. ആ രൂപത്തിലാണ് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, നമ്മൾ ആരിലാണ് നാം പ്രതീക്ഷ അർപ്പിക്കുന്നത്? അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ അള്ളാഹു നിശ്ചയിച്ച അസ്ബാബുകളിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. അള്ളാഹു നമ്മളോട് പറയുന്നത് മാ ഇൻദക്കും യൻഫദ്, നിങ്ങളുടെ അടുത്തുള്ളത് തീർന്നു പോകും. മാ ഇൻദക്കും യൻഫദ്, നിങ്ങളുടെ അടുത്തുള്ളത് നിങ്ങൾ എത്ര ശേഖരിച്ചു വെച്ചാലും, എത്ര നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, തീർന്നു പോകും. എന്നാൽ വമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാഹിന്റെ അടുത്തുള്ളതോ ബാഖ്, തീരൂല, അത് ബാക്കിയായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നമ്മളിപ്പോൾ എത്ര ഇൻവെസ്റ്റ് ചെയ്താലും എത്ര ഡെപ്പോസിറ്റ് ചെയ്യാലും തീരുമല്ലത്. കാരണം നമ്മളെ ജീവിതം തീരും. പിന്നെ ഇതിനെന്തൊരു അർത്ഥമുള്ളത്? എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയാം, കഷ്ടപ്പെട്ട് പിശുക്കി അധ്വാനിച്ച് ജീവിക്കാതെ സമ്പാദിക്കണ മനുഷ്യന്മാരെ കണ്ടിട്ടില്ല. എത്ര വിഡ്ഢികളാണ് ആലോചിച്ചു.
അള്ളാഹുവിന്റെ അടുത്തേക്ക് വല്ലതും സമ്പാദിക്കാൻ നമ്മൾ ആലോചിക്കാറുണ്ടോ? നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഈ വാചകം നമ്മുടെ ഉള്ളിൽ വേണം. മാ ഇൻദകും യൻഫദ്, നിങ്ങളുടെ കയ്യിലുള്ളത് തീർന്നു പോകും. വമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാഹുവിന്റെ അടുത്തുള്ളത് തീർന്നു പോകില്ല. വലനജിസിയന്നല്ലദീന സബറു, ശ്രദ്ധിച്ചോ, വലനജിസിയല്ലദീന സബറു, പരീക്ഷണങ്ങൾ വരുമ്പോൾ സബർ കാണിച്ചവന് നാം നൽകുക തന്നെ ചെയ്യും. ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവൻ പ്രവർത്തിച്ചതിന് ഏറ്റവും നല്ലത് നൽകും, ഏറ്റവും നല്ലത് നൽകും. നമുക്ക് നോക്കൂ, മനസ്സംഘർഷം വരുമ്പോൾ നമ്മൾ അറിയണം സബറില്ലാതെ പോയി. സബറില്ലാതെ മനസ്സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അറിയണം നാം ലലാലത്തിലേക്ക് വഴുതിക്കൊണ്ടിരിക്കുന്നു, വീണുപോകുന്നു എന്ന്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മൻ ആമില സാലിഹൻ, തുടർന്ന് അള്ളാഹു പറയുന്നത് അതാണ്. മൻ ആമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ, ആണാകട്ടെ പെണ്ണാകട്ടെ ഈമാനോടുകൂടി ഒരാൾ നല്ല കാര്യം ചെയ്താൽ ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ, അവന് സന്തുഷ്ടമായ ജീവിതം നാം നൽകുക തന്നെ ചെയ്യും. അല്ലാഹു പറയാ ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ. എവിടെ? പരലോകത്തെ കാര്യമല്ല, വേറെ പറയുന്നു, ദുനിയാവിൽ കൊടുക്കുന്നവർ. പക്ഷെ എന്ത് വേണം? എന്ത് വേണം? മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ. ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത്. ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ ഒക്കെ തകർന്നു പോകും. ഇപ്പൊ സംഭവിക്കണത് അതാണ്. അള്ളാഹുവിലല്ല നമ്മൾ കെട്ടിയിരുന്നത്, അള്ളാഹുവിലല്ല തവക്കുലാക്കുന്നത്, അള്ളാഹുവിലല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാവരുടെയും ആത്മഹത്യാ കുറിപ്പുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊക്കെ ഉള്ളത് ഏതോ വ്യക്തികളിൽ, ഏതോ സംഭവത്തിൽ, ഏതോ സമ്പാദ്യത്തിൽ, ഏതോ ജോലിയിലൊക്കെയായിരുന്നു അവരെ കെട്ടിയിട്ടത്. അള്ളാഹിൽ കെട്ടിയിട്ടില്ല. ആ ബോധം തന്നെ പോയി. അതാണ് മുഅ്മിൻ. അപ്പൊ ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ, അള്ളാഹുവിൽ കെട്ടിയിട്ടാൽ സന്തുഷ്ടകരമായ ജീവിതം ലഭിക്കും. എത്ര അല്ലെങ്കിലും. വലനജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും ഉത്തമമായതിന് അനുസൃതമായി അവർക്കുള്ള പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യും. അള്ളാഹ് ആരെയും എന്താക്കൂല, പരാജയപ്പെടുത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്രമപ്പെടുത്തിയാൽ നമുക്ക് ഈ ആത്മസംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. രക്ഷപ്പെടും നമ്മൾ, ഒരു സംശയം ആർക്കും വേണ്ട. ഒന്ന് ക്രമപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതാണ് ഏറ്റവും പ്രധാനമായ സംഗതി. ഇമാം അബൂ സുലൈമാൻ റഹിമഹുല്ല പറഞ്ഞു, അഹ്ലുൽ ലൈലി ഫീ ലൈലിഹിം അലദ്ദു മിൻ അഹ്ലിൽ ലഹ്വി ഫീ ലഹ്വിഹിം. ഇന്ന് സമാധാനത്തിന് വേണ്ടി ആളുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു മാർഗമാണ് ലഹ്വ്, വിനോദം. അല്ലേ? എല്ലാവരും അതാണ്. സമാധാനമില്ലെങ്കിൽ ഒരു വിനോദയാത്ര പോകുക, അല്ലെങ്കിൽ ഒരു വിനോദ പാർട്ടിക്ക് പോകുക, അല്ലെങ്കിൽ ഒരു വിനോദ പരിപാടി കാണുക, അല്ലെങ്കിൽ വിനോദ പരിപാടി സംഘടിപ്പിക്കുക. ഇത് നമ്മളെ സമൂഹമാണ് ഏറ്റവും കൂടുതൽ ഇതിലുള്ളത്. അത് ഞാൻ എങ്ങനെയാണത് പറയാമെന്ന് എനിക്കറിയില്ല. അത്രയാണ്. കലയുടെ പേരിൽ, സംസ്കാരത്തിൻ്റെയൊക്കെ പേരിലാണ്. മുമ്പൊക്കെ മഗ്‌രിബ് കഴിഞ്ഞാൽ പ്രായമുള്ള സ്ത്രീകൾ വീട്ടിൽ മക്കളെയും കൂട്ടി ചേർത്തിയിരുത്തി ദിക്റും തസ്ബീഹും സ്വലാത്തും ഖുർആനോദലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വല്ലതുണ്ടോ വീട്ടിൻ്റെ ഉള്ളിൽ? ഒന്നുമില്ലല്ലോ. ഇപ്പൊ പ്രായമായ ഉമ്മമാരുടെ കൈകളിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സാധനമാണ് അല്ലേ? മുസഹഫ് വെക്കേണ്ട കൈകളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തസ്ബീഹ് ചൊല്ലേണ്ട കൈകളിൽ അതുകൊണ്ട് കുത്തുന്നതും വരക്കുന്നതും ഒക്കെ എന്തിലാ? ഒരുപാട് ഡിവൈസുകൾ. അതിൻ്റെ പുറമെ രാത്രിയായാൽ പിന്നെ ഒരുപാട് മനുഷ്യന് എങ്ങോട്ടൊക്കെ കൊണ്ടുപോകാവുന്ന ചാനലുകളുടെ ഒരു കലപില. ഏത് ചാനലാണ് കാണേണ്ടതെന്നറിയാത്ത വിധം. എല്ലാവരുടെയും ഇമാമ് യൂട്യൂബാ. എല്ലാവരും അവിടുന്ന ഫത്വയും സംഭവവും ഒക്കെ അവിടുന്ന്. 24 മണിക്കൂറും മനുഷ്യൻ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. എന്നിട്ട് നമ്മൾ പറയാ ഞാൻ വല്ലാത്ത സംഘർഷത്തിലാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ കല്യാണങ്ങൾ, ആഘോഷങ്ങൾ, ഇതൊക്കെ എന്താ? സ്കൂളുകൾ, കലാലയങ്ങൾ, എല്ലായിടത്തും വിനോദം ഒരു ലഹരിയായി മാറിയിരിക്കുകയാണ്. വിനോദം തന്നെ ഒരു ലഹരിയാണ്. ഈ രൂപത്തിലുള്ള വിനോദം, സഹോദരന്മാരെ, നമ്മൾ വിനോദത്തിന് നമ്മൾ ഒരിക്കലും എതിരല്ല. വിനോദം വേണം.
വിനോദം മനുഷ്യന് സമാധാനം നൽകും. പക്ഷെ അത് വിനോദമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തുക്സിരി ദഹിക് ഫഇന്ന ദഹിക തുമീതുൽ ഖൽബ്. നീ വിനോദം വർദ്ധിപ്പിക്കരുത്, പരിധി വേണം. ആസ്വദിക്കാനുള്ളത് അത്രേ പാടും, അതിന്റെ അപ്പുറത്തേക്ക് പോകരുത്. അതിനപ്പുറത്തേക്ക് പോയാൽ ഫഇന്ന കസറത ദഹിക് തുമീതുൽ ഖൽബ്, വിനോദത്തിന്റെ ആധിക്യം നിന്റെ ഹൃദയത്തെ മരവിപ്പിച്ചു കളയും. നമ്മളിത് കാണുന്നത് അതാണ് ഇവിടെ അബൂ സുലൈമാൻ റഹിമഹുല്ല പറഞ്ഞു, അഹ്ലുൽ ലൈലി ഫീ ലൈലിഹിം, രാത്രിയുടെ ആളുകളുണ്ട്, അവർ അവരുടെ രാത്രികളിൽ അലദ്ദു മിൻ അഹ്ലിൽ ലഹ്വി ഫീ ലഹ്വിഹിം, വിനോദത്തിന്റെ ആളുകൾ അവരുടെ വിനോദത്തിൽ ഉള്ളതിനേക്കാൾ ആസ്വദിക്കും രാത്രി. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയാണ്. രാത്രി ആസ്വാദനത്തിന്റെ സമയമാണ്. വജഅൽന ലൈല ലിബാസ, ആസ്വദിക്കുകയാണത്. ലിബാസ് അതാണ്. വജഅൽന നഹാറ മആശ, അള്ളാഹു തന്നത് എത്ര മനോഹരമാണെന്ന് ആലോചിച്ചു. രാത്രിയിൽ സഹോദരന്മാരെ, നമ്മൾ രാത്രി മുഴുവൻ നമുക്ക് ഉറങ്ങാനുള്ളതല്ലല്ലോ, നമുക്കറിയാം എല്ലാവർക്കും. അത് രാത്രി ചിന്തിക്കാനുള്ളതാണ്, രാത്രി ആലോചിക്കാനുള്ളതാണ്, രാത്രി തദബ്ബുർ ചെയ്യാനുള്ളതാണ്, രാത്രി ദിക്ർ ചെയ്യാനുള്ളതാണ്. എന്നിട്ട് ഇതൊക്കെ ചെയ്ത് നമ്മൾ അള്ളാഹുവിനൊരു വാതിലുണ്ട്, റിദാ എന്ന് പറഞ്ഞൊരു വാതിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാതിൽ. ആലോചിച്ചിരുന്ന് തദബ്ബുർ ചെയ്ത് തഫക്കുർ ചെയ്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള റിദ, തൃപ്തി നമ്മുടെ ഹൃദയത്തിൽ നിറയണം. അള്ളാഹുവിനെ കുറിച്ചുള്ള തൃപ്തി നമുക്ക് അള്ളാഹു തന്നത് ആലോചിച്ചാൽ തന്നെ നിറയും സഹോദരന്മാരെ, നിറയും, ഒരു സംശയവുമില്ല. അപ്പൊ നമുക്ക് അനുഭവപ്പെടും, ഈ ദുനിയാവ് സ്വർഗമായി അനുഭവപ്പെടും. ഈ ദുനിയാവ് നമുക്ക് നരകമൊന്നുമല്ല, ഈ ദുനിയാവ് നമുക്ക് സ്വർഗമാണ്. ഈ ദുനിയാവ് നരകമാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മളാക്കിയതാ. ദുനിയാവ് നമുക്ക് സ്വർഗമാണ്. പക്ഷേ അതല്ല അള്ളാഹ് പറഞ്ഞു, ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ. നമ്മൾ മുഅ്മിനാണെങ്കിൽ സുബ്ഹാനല്ലാഹ് നമുക്കത് അനുഭവപ്പെടും. അള്ളാഹു ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ ഒരുപാട് ചിന്തിക്കണം. ഇനിയും ഞാനൊരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ്. ആലോചിക്കണം. നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സൊന്നും ഇങ്ങനെ വിങ്ങിപ്പൊട്ടി പോകരുത്, നശിച്ചു പോകരുത്. നമ്മുടെ കുട്ടികളൊന്നും അങ്ങനെ ആയിപ്പോകരുത്. എന്തിനാ പിന്നെ നമ്മൾ വിദ്യാഭ്യാസം നൽകണത്? ആയിപ്പോകരുത്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായി ചില പാഠങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. മനുഷ്യരാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പാഠം, നമ്മളെപ്പോഴും തൗബ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ മാനസിക സംഘർഷത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു സംഗതി തൗബയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, നോക്കൂ, ശരീരത്തിന് വിഷം ഏതുപോലെ ശരീരത്തെ അപകടപ്പെടുത്തുന്നുവോ അതുപോലെ നമ്മുടെ തെറ്റുകൾ നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും അപകടപ്പെടുത്തും. വിഷം കുടിച്ചാൽ മരിച്ചു പോവും അല്ലേ? ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മുടെ ആത്മാവ് മരിച്ചു പോവുക, ആത്മാവ് മരിച്ചു പോവാണ്. അതുകൊണ്ടാണ് ഇവന് ചിന്തിക്കാൻ കഴിയാത്തത്. എത്രമാത്രം നമ്മുടെ തൗബക്ക് ശക്തി കൂടുന്നുവോ അത്രമാത്രം നമ്മുടെ മാനസിക സംഘർഷങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് തൗബയുടെ പ്രത്യേകത. നമ്മളെപ്പോഴും തൗബ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു പോയ ഒരു തെറ്റിനെക്കുറിച്ചുള്ള പശ്ചാത്താപ ബോധം നമുക്കുണ്ടാകണം. അതാണ് ഏതുപോലെ നോക്കൂ, നമ്മൾ ശരീരത്തിൽ നിന്നൊക്കെ ചീത്ത സാധനങ്ങൾ പുറത്തേക്ക് കളയാറുണ്ടല്ലോ. പല വൈദ്യശാസ്ത്രവും ഇപ്പം അങ്ങനെയാണല്ലോ. കുറേ മരുന്നൊക്കെ കൊടുത്തിട്ട് ശരീരത്തിൽ നിന്ന് ചീത്ത സാധനങ്ങൾ പുറത്ത് കളഞ്ഞു എന്നാവും. അപ്പോൾ അയാൾ നല്ല ആരോഗ്യമുള്ളവനായി. അതേപോലെ സഹോദരന്മാരെ, നമ്മുടെ ആത്മാവിനകത്ത് ഒരുപാട് ചീഞ്ഞ സാധനങ്ങളുണ്ട്. ഇതൊക്കെ പുറത്തു പോകണം. ആ പുറത്തു പോകാനുള്ള ഏർപ്പാടാണെന്ത്? തൗബ എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മുടെ സമാധാനത്തിനുള്ള ഒന്നാമത്തെ വഴി, സംഘർഷമില്ലാതിരിക്കാനുള്ള ഒന്നാമത്തെ. രണ്ടാമത്തേത് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ അത് വളരെ പ്രധാനമാണ് സഹോദരൻ. ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, പക്ഷെ ഇതെന്തിനാ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇസ്തിഗ്ഫാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ. ഒരാൾ ലസിമൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ അയാൾ ലാസിമാക്കിയാൽ,
എപ്പോഴും ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ വേണം. അതാണ് ലാസിമാക്കുക പറഞ്ഞാൽ. എപ്പോഴും ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയൽ മാത്രമല്ല ഇസ്തിഗ്ഫാർ, അതല്ല, ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു എനിക്ക് മഗ്ഫിറത്ത് നൽകണമെന്ന ബോധം. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവന്റെ എല്ലാ മനസ്സംഘർഷത്തിൽ നിന്നും അള്ളാഹു അവന് ആശ്വാസം നൽകും. സുബ്ഹാനല്ലാഹ്. എല്ലാ മനസ്സംഘർഷത്തിൽ നിന്നും ആശ്വാസം. വമിൻ കുല്ലി ദീഖിൻ മഖ്റജ, എല്ലാ കുടുസിൽ നിന്നും ഒരു തുറസ് നൽകും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അവന് വിഭവങ്ങൾ നൽകും. ആകെയുള്ള നമ്മളെ പ്രശ്നം അതാണല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യാന്നുള്ളത്. അങ്ങനെയാണ് ജീവിതം അവസാനിപ്പിക്കണം. ഇനി ഞാൻ എന്താ ചെയ്യാ, എനിക്ക് ആരാ ഉള്ളത്, അല്ലെങ്കിൽ എന്റെ എല്ലാം നഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ വിചാരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇസ്തിഗ്ഫാർ ഉണ്ടെങ്കിൽ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത രീതിയിൽ വിചാരിക്കാത്ത സ്ഥലത്ത് നിന്ന് വരും. അതെല്ലാവരും ശ്രദ്ധിക്കണ സാധനമാണ്, വളരെ പ്രധാനപ്പെട്ട സംഗതി. മൂന്നാമത്തേത് തൗഹീദാണ്. നമ്മുടെ തൗഹീദ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കണം, പ്രത്യേകിച്ച് ഈ കാലത്ത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ സാധാരണ തൗഹീദിന് എത്ര ശക്തിയുണ്ടോ അത്രയും സമാധാനം നമുക്ക് കിട്ടും. അതാണ്, എത്ര ശക്തിയുണ്ടോ അത്രയും സമാധാനം കിട്ടും. ഉലൈക ലഹുമുൽ അംൻ, ആരെക്കുറിച്ചാണ് പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈമാൻ ഉണ്ടായിട്ട് ആ ഈമാനിൽ എന്ത് കലരരുത്? ളുൽമ് കലരരുത്. ളുൽമ് എന്ന് പറഞ്ഞാൽ തിരുമേനി വിശദീകരിച്ചു, അത് ശിർക്കാണ്. ശിർക്ക് കലരുമ്പോ എന്തുണ്ടാവില്ല? അമ്നുണ്ടാവില്ല, നിർഭയത്വം വരൂല. നിർഭയത്വം ഇല്ലെങ്കിൽ പിന്നെ സമാധാനം കിട്ടും. നിർഭയത്വം എന്ന് പറഞ്ഞാൽ പേടിയില്ലാത്ത അവസ്ഥയാണ്. അതാണ് അമ്ന് എന്ന് പറഞ്ഞത്. അത് എവിടുന്ന് കിട്ടുക? അത് തൗഹീദിനേ കിട്ടുള്ളൂ, വേറെ എവിടുന്നും കിട്ടൂല. അത് നമ്മൾ മനസ്സിലാക്കണം, അവിടുന്നേ കിട്ടുള്ളൂ. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, നമ്മുടെ ഹൃദയത്തിന് അല്ലാഹു, നമ്മുടെ മനസ്സിന് അല്ലാഹു ഇസ്ലാമിനെ വിശാലമാക്കി തന്നാൽ, ഇസ്ലാമിന്റെ അടിസ്ഥാനം തൗഹീദാണ്. അപ്പൊ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി, അവൻ റബ്ബിൽ നിന്നുള്ള ഒരു വല്ലാത്ത പ്രകാശത്തിലായിരിക്കും. ആ പ്രകാശത്തിന്റെ പേരാണ് തൗഹീദ്. അത് എത്ര കുറയുന്നതോ അത്ര പ്രശ്നമായിരിക്കും. അത് എത്ര ശക്തി പ്രാപിക്കുന്നുവോ നമ്മളെ ആർക്കും നമ്മളെ തൊടാൻ കഴിയില്ല. ഇപ്പൊ സത്യത്തിൽ എന്താ വെച്ചാൽ ലോകത്താകമാനമുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഇങ്ങനെ ഊതി വീർപ്പിച്ച് വലുതാക്കിയിട്ട് സംഘർഷത്തിന്റെ കഥകൾ പ്രചരിപ്പിക്കുകയാണ് മുസ്ലിം ഉമ്മത്ത്. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, എത്ര നാട്ടിലാ പ്രശ്നമില്ലേ? എല്ലായിടത്തും പ്രശ്നമാണ്. ആർക്കാ പ്രശ്നം? പുറത്തിരുന്നത് ഊതി വീർപ്പിക്കുന്നവർക്കാ പ്രശ്നം. ഫലസ്തീനിൽ ഭയങ്കര പ്രശ്നമാണ്. ആർക്കാ പ്രശ്നം? ആർക്കാ പ്രശ്നം? ഫലസ്തീനികളെ അനുഭവിക്കുന്ന ആനന്ദം നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെടും. എന്താ പ്രശ്നം എന്ന് പറയാം? തൗഹീദിന്റെ ശക്തിയാ, ഭയങ്കര ശക്തിയാ. തൗഹീദിന് ഭയങ്കര ശക്തിയാ. ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. എന്നെ നോക്കൂ, അള്ളാഹുവിന്റെ തീരുമാനമല്ലാതെ എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ള വിശ്വാസത്തിന്റെ പേരാ കൂട്ടരെ തൗഹീദ് എന്ന് പറയുന്നത്. അതാണ് തൗഹീദ്. അത് ജീവിതത്തിൽ അനുഭവിക്കേണ്ട സാധന, അതിങ്ങനെ പറയേണ്ട സാധനമല്ല. അനുഭവിക്കണം. തൗഹീദ് അനുഭവിക്കാനുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ്. എന്ത് സമാധാനം അറിയാം. അപ്പൊ അള്ളാഹു തരുന്നേ, അള്ളാഹു തരും. ഏത് പ്രശ്നത്തിന് പരിഹാരം കാണാനാ അള്ളാഹുവിന് സാധിക്കാത്തത്? അള്ളാഹു തരും, ഒരു സംശയവുമില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. നാലാമത്തെ കാര്യം സഹോദരന്മാരെ, അള്ളാഹുവിനോട് കടുപ്പമുള്ള മഹബ്ബത്തുണ്ടാകണം, സ്നേഹം. ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകേണ്ടത് റബ്ബിനോടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വേറെ എവിടെയും കൊണ്ടുപോയി കെട്ടണ്ട. ഒരാണിനോടും പെണ്ണിനോ, ഒരു പെണ്ണിനോടും ആണിനോ സ്നേഹം വേണ്ട. ഏറ്റവും കടുപ്പമുള്ള സ്നേഹം വേണ്ട. കടുപ്പമുള്ള സ്നേഹം വേണ്ടെന്ന് പറഞ്ഞാൽ തമ്മിലുള്ള സ്നേഹം വേണ്ടെന്നല്ല. ആ സ്നേഹം പോലും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ബാക്കിയാണ്. അതായാൽ മതി, അപ്പൊ രക്ഷപ്പെടും. അതെ, എന്റെ ഭാര്യയോട് അല്ലെങ്കിൽ എന്റെ ഭർത്താവിനോട് എനിക്കുണ്ടാകേണ്ട സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. കടുപ്പുള്ള സ്നേഹം. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ
ലില്ലാ. അങ്ങനെയല്ലേ പറഞ്ഞു? ഈമാനുള്ളവർക്ക് കഠിനമായ സ്നേഹം തോന്നേണ്ടത് ആണിനോടല്ല, പെണ്ണിനോടല്ല, കാമുകനോടോ കാമുകിയോടോ സ്വർണത്തോടോ സമ്പത്തിനോടോ എസ്റ്റേറ്റിനോടോ അല്ല. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാ. ആ ഹുബ്ബ്, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ശക്തമായാൽ മറ്റേ ഹുബ്ബ് തന്നാലെ വരും. ഇപ്പൊ നമ്മളെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ? എന്നോട് സ്നേഹമല്ല എന്റെ ഭർത്താവിന്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമല്ല. സത്യം അല്ല. കാരണം എന്താ അറിയോ? ഈ സ്നേഹം ഉണ്ടാക്കേണ്ടത് അള്ളാഹു തആലയാണ്. സ്നേഹം ഉണ്ടാക്കേണ്ടത് അള്ളാഹു തആലയാണ്. മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടില്ലല്ലോ. നേരത്തെ സമാധാനത്തെ പറ്റി പറഞ്ഞ മാതിരി മാർക്കറ്റിൽ പോയാൽ സ്നേഹം വാങ്ങാൻ കിട്ടും. ഒരു കുപ്പി സ്നേഹം കിട്ടുമോ? കിട്ടൂല. എവിടുന്ന് കിട്ടും? അള്ളാഹിന്റെ അടുത്ത് കിട്ടും. അതാണ്. അതുകൊണ്ടാണല്ലോ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയല്ലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക. ഓ അല്ലാഹുവേ, എനിക്ക് നിന്റെ സ്നേഹം വേണം. അള്ളാന്റെ സ്നേഹം കിട്ടിയാൽ രക്ഷപ്പെട്ടു സഹോദരന്മാരെ, രക്ഷപ്പെട്ടു. അത് ഭയങ്കര രക്ഷപ്പെടലാണ്. നമ്മളറിയാത്തവരുടെ ഉള്ളിൽ നമ്മളെക്കുറിച്ചുള്ള സ്നേഹം അള്ളാഹു ഇട്ടുകൊടുക്കും. അള്ളാഹു അവർക്ക് നൽകും, ബോധനം നൽകും. അതാണ് ഞാൻ നിങ്ങളോട് എന്നെ സ്നേഹിക്കണേ എന്ന് പറഞ്ഞ് നിങ്ങളെ മുമ്പേക്ക് വരണ്ടെന്നർത്ഥം. ആ കാര്യമില്ല. അള്ളാഹു തആല എന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു ബോധം, ഒരു ഭാവം ഇട്ടുകൊടുക്കും. ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ. അതല്ലെങ്കിലോ കിട്ടൂല. അതാണ്. ആ സ്നേഹത്തെക്കുറിച്ചായിരിക്കണം നമ്മുടെ ചിന്ത. ആ സ്നേഹം, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹം ശക്തമായാൽ തീർച്ചയാണ് സഹോദരന്മാരെ, നമുക്ക് ഈ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാവില്ല. മനോഹരമായിരിക്കും, രസകരമായിരിക്കും ജീവിതം. ജീവിതം അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. അഞ്ചാമതായി നമുക്കുണ്ടാകേണ്ടത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ച് ഒരു വലിയ വിഷയമാണ്. നമുക്ക് ദിക്ർ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ മാത്രമേ. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു ദിക്ർ ഉണ്ടാകുന്നുണ്ട്, ഉള്ളിലൊരു ബോധം. നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില ആളുകളുടെ മുഖമൊന്നും മാഞ്ഞു പോയിട്ടില്ലല്ലോ. കുറെ കാലമല്ല അവർ മരിച്ചിട്ട്, മാഞ്ഞു പോയിട്ടില്ല. എന്റെ പേരാ ദിക്ർ എന്ന് പറഞ്ഞു. ചില ആളുകൾ നമ്മളോട് ചെയ്ത നന്മകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പറ്റിപ്പോയിട്ടില്ലല്ലോ. എന്റെ പേരാണ് ദിക്ർ. അല്ലേ? ഉമ്മ മരിച്ചിട്ട് എത്ര കാലമായി, എന്നിട്ട് ഉമ്മാന്റെ വിളി ഇപ്പോഴും ഇങ്ങനെ കേൾക്കണില്ലേ? ഉമ്മ മരിച്ചവർക്കേ അറിയുള്ളൂ. ആ വിളി ഇങ്ങനെ കേൾക്കും. എത്ര സ്നേഹത്തോടു കൂടിയാ വിളിക്കും. അതാണ് ദിക്ർ. ഈ ദിക്ർ അള്ളാഹുവിനെ കുറിച്ച് നമുക്കുണ്ടാകണം. എത്ര സ്ഥലത്താ അള്ളാഹു ആ ദിക്റിന് വേണ്ടി നമ്മളോട് പറഞ്ഞത്. ആ ദിക്ർ നമുക്ക് ഭയങ്കര, ഉമ്മാന്റെ വിളി നമുക്ക് സമാധാനം നൽകുന്നില്ലേ? നിങ്ങളാലോചിച്ചു, അള്ളാഹുവിന്റെ വിളി എത്ര സ്ഥലത്താ. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. എന്താ രസം. പക്ഷെ എന്താണ് ദിക്ർ എന്ന് നമുക്ക് മനസ്സിലായില്ല എന്ന് മാത്രം. അതാണ് പ്രശ്നം. എന്ത് പ്രശ്നം വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖവും സംഘർഷവും ഉണ്ടാകുമ്പോൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ദുആ പഠിപ്പിച്ചില്ലേ? അതിൽ അള്ളാഹുവിനെ ഓർക്കുകയല്ലേ? നബി പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് മാനസിക സംഘർഷമുണ്ടായാലും നിങ്ങൾ ഇങ്ങനെ പറയണം, അല്ലാഹുമ്മ ഇന്നി അബ്ദുക്. എന്താണ് നമ്മൾ ഉമ്മനോട് പറയല്ലേ, അമ്മ ഞങ്ങളുടെ മോനല്ലേ? അതേമാതിരി അള്ളാഹിനോട് പറയാം, അല്ലാഹുമ്മ ഇന്നി അബ്ദുക്. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്. വബ്നു അബ്ദിക്. അപ്പൊ മാപ്പാനെ ഓർത്തു. എന്താണ് ആ പ്രാർത്ഥനകൾ ആലോചിച്ചു. ഇബ്നു അമതിക്. ഉമ്മാനെ ഓർത്തു. നിന്റെ ഒരു അടിമ സ്ത്രീയുടെ മകനാണ് റബ്ബേ ഞാൻ. നാസിയതി ബിയദിക്. എന്റെ മൂർധാവ് നിന്റെ കയ്യിലാണ്. നീ തീരുമാനിച്ചാൽ എന്തും നടക്കും. ഒരൊറ്റപ്പിടുത്തം പോലെ. നാസിയത്ത് നിന്ന് ഇവിടെ ഉള്ള ഈ സ്ഥലമാണ്. ഇതങ്ങനെ പിടിച്ചാൽ പിന്നെ കഴിഞ്ഞ്. അതാണ് നാസിയതി ബിയദിക്. മാദിൻ ഫിയ ഹുക്മുക്. എന്റെ ജീവിതത്തിലുള്ള മുഴുവൻ ഹുക്മുകളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒക്കെ നീ വിധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ലുൻ ഫിയ ഖദാഉക്. അള്ളാഹിനോടുള്ള സ്നേഹം ആണത്.
അല്ലാഹുവേ എന്റെ വിഷയത്തിൽ നീ എന്ത് വിധിച്ചാലും അത് നീതിയാണെന്ന് എനിക്കുറപ്പുണ്ട്. അള്ളാഹ്ക്കുള്ള സന്തോഷമായി കേൾക്കുമ്പോൾ എത്രയിരിക്കുന്നത്. അദ്ലുൻ ഫിയ ഖദാഉക്, എനിക്ക് രോഗം വന്നു, നമ്മൾ അള്ളാഹിനോട് പറയാം അദ്ലുൻ ഫിയ ഖദാഉക്, നീ വിധിച്ചതാ, അത് നീതിപൂർവമാണ്, എനിക്കറിയാം. അതുകൊണ്ട് അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, നിനക്കുള്ള എല്ലാ നാമങ്ങളെ കൊണ്ടും, എനിക്ക് നിന്റെ നാമങ്ങളെല്ലാം അറിയില്ല. സമ്മൈത ബിഹി നഫ്സക്, ആ നാമങ്ങളിൽ ചിലത് നീ നിന്നെ തന്നെ വിളിച്ചതുണ്ട്. ഔ അൻസൽതഹു ഫി കിതാബിക്, ചിലത് നിന്റെ കിതാബിലുണ്ട്, നീ ഇറക്കി തന്നിട്ടുണ്ട്, ഖുർആനിലുണ്ട്. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അല്ലെങ്കിൽ അതിൽ ചിലത് നീ നിന്റെ സൃഷ്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഖുർആനിലില്ലാത്ത കുറച്ചുണ്ട്. ഔ ഇസ്തഅസർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക്, കുറച്ച് നാമങ്ങൾ അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല, അത് അള്ളാഹു ഇൽമുൽ ഗൈബിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന് ഇൽമുൽ ഗൈബുണ്ട്. ഇൽമുൽ ഗൈബ് നമുക്ക് കിട്ടൂല, അള്ളാന്റെ മാത്രം സ്വത്താ. അവിടെ സൂക്ഷിച്ചു വെച്ച കുറച്ച് നാമങ്ങളുണ്ട്. നിങ്ങൾ ആലോചിക്കുക, അള്ളാനെ മനസ്സിലാകാനാണ് ഇത് പറഞ്ഞത്. ഈ നാമങ്ങളെ കൊണ്ടൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻത ജഅലൽ ഖുർആനൽ അളീമ റബീഅ ഖൽബി വനൂറ സദ്രി വജിലാഅ ഹുസ്നി വദഹാബ ഹമ്മി. എനിക്കെന്താ ചെയ്യേണ്ടത് റബ്ബേ? നീ അൻത ജഅലൽ ഖുർആൻ അൽ അലീം, ഈ മഹത്തായ ഖുർആനെ നീ എനിക്കാക്കിത്തരണം. റബീഅ ഖൽബി, എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണം. എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചില സംഘർഷങ്ങളൊക്കെ ഉണ്ട്. വനൂറ സദ്രി, എന്റെ മനസ്സിന്റെ പ്രകാശമാക്കണം. വജിലാഅ ഹുസ്നി, എന്റെ ദുഃഖങ്ങളൊക്കെ നീങ്ങാനുള്ള ഒരു സന്ദർഭമാക്കണം. വദഹാബ ഹമ്മി, എന്റെ മനസ്സംഘർഷങ്ങളൊക്കെ ഇതുകൊണ്ട് ഇല്ലാതാക്കണം. എന്താ അവിടെ സംഭവിച്ചേച്ചാ? ദിക്റാണ്. ദിക്റിങ്ങനെ വരിക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിക്കും ചില പ്രയാസങ്ങളൊക്കെ വരാറുണ്ട്. ആ സമയത്ത് നബി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ദിക്റാണ്, അള്ളാനെ ഓർക്കാണ്. ഓർക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതിസ് സബ്ഇ വറബ്ബുൽ അർദ് വറബ്ബുൽ അർശിൽ കരീം. സുബ്ഹാനല്ലാഹ്. ഇതാണ് സാധാരണ ദിക്ർ പറഞ്ഞത്. അങ്ങനെയാകണം. ആ രീതിയിലുള്ള ഒരവസ്ഥ നമുക്കുണ്ടാക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ സഹോദരന്മാരെ, ഈ സംഘർഷം ഇല്ലാതിരിക്കാൻ, മാനസിക പ്രയാസം ഇല്ലാതിരിക്കാനുള്ള മറ്റൊരു വഴിയാണ് ജനങ്ങളെ സഹായിക്കുക എന്നത്. മനുഷ്യന്മാരെ സഹായിക്കണം. എന്തൊക്കെ നമ്മുടെ സമ്പത്ത് കൊണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ, സ്വാധീനം കൊണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ, നമ്മുടെ ശരീരം കൊണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ, എങ്ങനെയൊക്കെയാണോ ചെയ്യാൻ പറ്റുക അങ്ങനെ. അപ്പോൾ അല്ലാഹു തആല സമാധാനം ഇങ്ങനെ ഇറക്കി തരും. അതാണ് സമാധാനം ഇങ്ങനെ തരും. എത്ര സംഘർഷമാണെങ്കിലും അപ്പം ശ്രദ്ധിക്കേണ്ടത് ഒരു നന്മ ചെയ്യാനാണ്. ഒരു നന്മ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു നന്മ ഒരാൾക്ക് വേണ്ടി ചെയ്യാം. അതെ, അത് വളരെ പ്രധാനം. സഹോദരന്മാരെ, മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ദുഷിച്ചതൊക്കെ എടുത്തു കളയണം. ഞാൻ തൗബ ചെയ്യാൻ പറഞ്ഞു, പക്ഷെ എന്നാലും പോകാത്ത കുറച്ചുണ്ടാവും. അയാളെ കാണുമ്പോൾ ഒരു വെറുപ്പ്, എന്തിനാ, എവിടുന്നാ പിന്നെ സമാധാനം ഉണ്ട്? ചില ആൾക്കാർ അങ്ങനെ തന്നെ പറയില്ല, അയാളെ മുഖം എനിക്ക് കണ്ടുകൂടാ, അയാളെന്റെ മുമ്പിലേക്ക് പറഞ്ഞയക്കരുത് എന്നൊക്കെ പറയും. പ്രശ്നം, സമാധാനം ഉണ്ടാവില്ല. സമാധാനം കിട്ടണമെങ്കിൽ ഈ പരിപാടിയൊക്കെ അവസാനിപ്പിക്കും. അതുപോലെ മറ്റൊരു കാര്യമാണ് അനാവശ്യമായ നോട്ടം, അനാവശ്യമായ സംസാരം, അനാവശ്യമായ കേൾവി, അനാവശ്യമായ രീതിയിലുള്ള ഉറക്കം, അനാവശ്യമായ തീറ്റ, എന്തൊക്കെ ഉണ്ടോ ആവശ്യമില്ലാത്തത് ഒക്കെ ഒഴിവാക്കണം. എല്ലാം. അപ്പൊ സമാധാനം കിട്ടും, ഭയങ്കരമായിട്ട് സമാധാനം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന മൻ കസറത് ഹുമൂമുഹു വഗുമൂമുഹു, ആർക്കെങ്കിലും മനസ്സംഘർഷം വർദ്ധിച്ചാൽ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽയുക്സിർ മിൻ ഖൗൽ, ഒരു വാക്ക് വർദ്ധിപ്പിക്കണം. അതെന്താ അറിയോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ ചെല്ലലുണ്ടല്ലേ, കേൾക്കലുണ്ടല്ലേ, പക്ഷെ എന്താ പറഞ്ഞെന്നറിയോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒക്കെ ആരെ ഏൽപ്പിച്ചു? അല്ലാഹുവിനെ ഏൽപ്പിച്ചു. അപ്പൊ സമാധാനം കിട്ടും. അല്ലാഹുവേ, നിന്റെ കഴിവ് കൊണ്ടല്ലാതെ, നിന്റെ ശക്തി കൊണ്ടതല്ലാതെ ഒരു ചുക്കും സംഭവിക്കൂല എന്നാ അതിന്റെ അർത്ഥം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് കൻസും മിൻ കുനൂസിൽ ജന്ന എന്നാണ്. നമുക്ക് മനസ്സിലായോ എന്താ? സ്വർഗത്തിലേക്കുള്ള ഒരു കൻസാണ്, നിധിയാണ് എന്ന. എന്താ കാരണം എന്നറിയോ? ഇത് പറയും തോറും നമുക്ക് സന്തോഷം വരും, സമാധാനം വരും. പക്ഷെ ഇത് ഉൾക്കൊണ്ട് പറയാൻ നമുക്ക്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഈ സംഘർഷത്തിന്റെ ആളുകളാകേണ്ടവരല്ല. മാനസിക ഈ ബുദ്ധിമുട്ടിൽ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല. നമ്മൾ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, നല്ല ജീവിതത്തിന്റെ ആളുകളാകേണ്ടവരാണ്. നമ്മളല്ലേ ഇവിടെ, അത് നമുക്ക് വേണ്ടിയല്ലേ ഇത് സൃഷ്ടിച്ചു തന്നത് അല്ലാഹ്. പിന്നെ നമ്മൾ പറയാ അങ്ങനെ നല്ല. ഇനി സഹോദരന്മാരെ, തീരെ സഹിക്കാൻ പറ്റാത്ത വല്ലതും വന്നാലോ? റസൂലുള്ള കാണിച്ചതില്ലേ, കാന ഇദാ ഹസബഹു അംറുൻ യുസല്ലി, നബി ഓടിച്ചെല്ലും. യുസല്ലി, എന്താ യുസല്ലി പറഞ്ഞ? അള്ളാഹുവുമായി ഒന്ന് ബന്ധം ചേർക്കും എന്നാണ് യുസല്ലി. സലാ പറഞ്ഞ ചേർത്തൂന്ന. 2 റക്അത്ത് നിസ്കരിച്ചു നോക്ക്, എന്നിട്ട് ആ സുജൂദിലൊന്ന് ഉള്ളു തുറഞ്ഞ് പറഞ്ഞു നോക്ക്, ഒക്കെ തീരും, എല്ലാം തീരും. തീരുന്നു മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ദുഃഖത്തിന്റെ സ്ഥലത്ത് സന്തോഷം കണ്ട് നിറയും. ദുഃഖത്തിന്റെ സ്ഥലത്ത് സന്തോഷം നിറയും. ഇതല്ലേ നമ്മുടെ ദീൻ? നമ്മളെങ്ങോട്ടാ പോണേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അർഹമുർ റഹീമനായ റബ്ബേ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന എല്ലാവർക്കും നീ ആശ്വാസവും സമാധാനവും നൽകണമേ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് അല്ലാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصرهم على القوم الكافرين من اليهود. اللهم عليك بأعدائك أعداء الدين يا رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.